വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്ക്. നമുക്ക് ഇതേപോലെ അടിപൊളി ഒരു പൂ ഉണ്ടാക്കിയെടുക്കാം. പേപ്പർ എടുക്കുന്നു, സർക്കിൾ വരയ്ക്കുക, കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ പേപ്പർ ഫോൾഡ് ചെയ്യണം. ഒരു 2 വട്ടം ഫോൾഡ് ചെയ്താൽ മതി. 2 വട്ടം ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 90 ഡിഗ്രിയുടെ ഒരു രീതിയിൽ കിട്ടും. ഇതേപോലെ. എന്നിട്ട് അത് നല്ല രീതിയിൽ പെറ്റൽസിന് വേണ്ടിയിട്ട് എഡ്ജസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ കട്ട് ചെയ്തതിന് ശേഷം എഡ്ജസ് ഒന്ന് പെറ്റൽസിൻ്റെ ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ വീഡിയോ കാണിക്കുന്നില്ല അതേപോലെ. അതിന് ശേഷം നമുക്ക് ആ സർക്കിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് ഒരു നല്ലൊരു കട്ട് കൊടുക്കുക സെൻറ്ററിലേക്ക്. എന്നിട്ട് അവിടുന്ന് അങ്ങനെ ഫോൾഡ് ചെയ്യുക. അങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ പെറ്റൽസ് എല്ലാം റെഡിയായി. അങ്ങനെ പെറ്റൽസ് റെഡിയായ ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമുക്ക് ആ പെറ്റൽസിനുള്ളിൽ ഒരു കുഞ്ഞു മൊട്ട് വേണം. അതിന് ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഷെയ്ഡിൽ കളർ എടുക്കുക. എൻ്റെ ഒരു സ്റ്റിക്കി നോട്ട്സ് യെല്ലോ കളർ ഉള്ളത് കൊണ്ടാണ് ഞാനിതെടുത്തത്. എനിക്കിപ്പോൾ ഒരു ലെങ്ത്തിലുള്ള ഒരു A4 ഷീറ്റ് പോലത്തെ ഒരു പേപ്പർ അല്ലെങ്കിൽ കളർ പേപ്പർ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. എന്നിട്ട് അത് ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു കുറച്ച് ആഡംബരത്തിന് വേണ്ടി എൻ്റെ സ്റ്റെമ്മിനൊരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടി ഞാൻ സ്റ്റിക്കി നോട്ട്സ് പിന്നെ എടുത്തിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം, ഇല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. നിങ്ങൾക്കൊരു ബൊക്കെ ആക്കാനാണെങ്കിൽ ഇത് ഇഷ്യൂ ഇല്ല, ഈ ഒരു സ്റ്റെമ്മിൻ്റെ ആവശ്യം വരുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒന്നും മറക്കരുതേ.